മക്കളെ, ഇന്ന് നമുക്ക് സിലാ ബിൻതി ലളിക്യാം എന്ന കവിതയിലെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കാം. ഈ ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. അതുപോലെ എല്ലാ ചാപ്റ്ററിൽ നിന്നും എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കുന്നുണ്ട്. ലാസ്റ്റ് മുതൽ ഫസ്റ്റ് വരെയുള്ള പാഠങ്ങളാണ്. നമ്മൾ ലാസ്റ്റ് നിന്ന് ഫസ്റ്റിലേക്കാണ് നമ്മൾ അങ്ങനെ റിവിഷനായിട്ട് പോകുന്നത്. എല്ലാവരും ക്ലാസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കവിതാമേ രംഗീൻ ചിടിയ കിസേ കഹാ ഗയാ ഹെ. കവിതയിൽ രംഗീൻ ചിടിയ എന്ന് പറയുന്നത് എന്തിനെയാണ്? ലഡിക്കിയാം പെൺകുട്ടികളെയാണ് രംഗീൻ ചിടിയ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, സിലാ ബിൻതി ലളിക്യാം എന്നത് കവിതയാണ്. അത് എഴുതിയത് ഏകാന്ത് ശ്രീവാത്സവാണ് കേട്ടോ. ഏകാന്ത് ശ്രീവാത്സവാണ് എഴുതിയത്. ഇത് എഴുതി വെച്ച് പഠിക്കണം, മറക്കരുത്. കവിയുടെ പേരും കവിതയുടെ പേരും നിർബന്ധമായിട്ട് പഠിക്കുക. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഏക് ഗേത്ത് സേ ദൂസരേ ഗേത്ത് മേ ഉഡ്തി ഫിർത്തി ഹെ സേ ക്യാ താത്പര്യ ഹെ എന്നാണ് ചോദ്യം. ഏക് ഗേത്ത് സേ ദൂസരേ ഗേത്ത് മേ ഉഡ്തി ഫിർത്തി ഹെ എന്നതിൽ നിന്നും എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു വയലിൽ നിന്നും മറ്റൊരു വയലിലേക്ക് പറക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ലഡിക്യാം ഏക് കെ ബാദ് ദൂസരേ ഗേത്ത് മേ സിലാ ബിന്നെ കെ ലിയെ ചലി ജാത്തി. അതായത് പെൺകുട്ടികൾ ഒരു വയലിൽ നിന്നും ഏക് കെ ബാദ് ഒന്നിനു ശേഷം മറ്റൊരു വയലിലേക്ക്, ഒരു വയലിൽ നിന്നും മറ്റൊരു വയലിലേക്ക് സിലാ ബിന്നെ കെ ലിയെ നെൽക്കതിരുകൾ പെറുക്കിയെടുക്കുന്നതിന് വേണ്ടി പോകുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മൂന്നാമത്തെ നോക്കാം. ലഡിക്കിയാം അനാജ് കി കിസ്മോ കോ കൈസേ പഹ്ചാൻ ലെത്തി ഹെ. പെൺകുട്ടികൾ എങ്ങനെയാണ് ധാന്യത്തെ തിരിച്ചറിയുന്നത് എന്നാണ് ചോദ്യം. ലഡിക്കിയാം നിരന്തർ ഗേത്ത് സേ ജുഡി രഹ്നെ സേ ധാൻ കി വിഭിന്ന കിസ്മോ കോ വേ രംഗ് ഓർ ഖുശ്ബു സേ പഹ്ചാൻ ലെത്തി ഹെ. അതായത് ഏത് വിഭാഗത്തിൽപ്പെട്ട ധാന്യമാണ് എന്ന് പെൺകുട്ടികൾ തിരിച്ചറിയുന്നത് ലഡിക്കിയാം നിരന്തർ ഗേത്ത്. ഈ പെൺകുട്ടികൾ നിരന്തരം വയലുമായി ബന്ധപ്പെട്ട് ദാൻ വിഭിന്ന കിസ്മോ കോ വേ രംഗ് ഓർ ഖുശ്ബു, ധാന്യത്തിൻ്റെ, അതായത് ഈ പെൺകുട്ടികൾ വയലിൽ കൃഷി ചെയ്യുന്ന വയലുമായിട്ട് കൂടിച്ചേർന്ന് ജീവിക്കുന്ന കുട്ടികളാണ്. ജുഡി രഹിനെ, വയലിനോട് ചേർന്ന് ജീവിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ധാന്യമണികൾ നോക്കുന്ന സമയത്ത്, ആ ധാന്യത്തിൻ്റെ കതിരുകൾ നോക്കുന്ന സമയത്ത് അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് അതിൻ്റെ നിറം കൊണ്ടും അതുപോലെ തന്നെ നിറം കൊണ്ടും നിറം കൊണ്ടും ഖുശ്ബു സുഗന്ധം കൊണ്ടും അവർ തിരിച്ചറിയുന്നു. അതിൻ്റെ നിറം കൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ സുഗന്ധം കൊണ്ടുമാണ് അവർ അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുന്നത്. നാലാമത്തെ ചോദ്യം നോക്കാം. ദാനുക്കോ പഹ്ചാനനെ കി ക്ഷമത ലഡ്കിയോ കോ കൈസേ മിലി ഹോഗി. ധാന്യം തിരിച്ചറിയാനുള്ള കഴിവ് പെൺകുട്ടികൾക്ക് എങ്ങനെ ലഭിച്ചതായിരിക്കും എന്നാണ് ചോദ്യം. എങ്ങനെയായിരിക്കും പെൺകുട്ടികൾക്ക് കഴിവ് ലഭിച്ചത്? നിരന്തർ ഗേത്ത് സേ ജുഡി രഹ്നെ സേ ലഡ്കിയോ മേ ബഡേ അനുഭവ. നിരന്തരം ഈ വയലുമായിട്ട് ചേർന്ന് ജീവിക്കുന്നത് കൊണ്ട് തന്നെ പെൺകുട്ടികളിൽ നല്ല അനുഭവമുണ്ട്, അനുഭവജ്ഞാനമുണ്ട് അവർക്ക്. ഇസ്സേ ദാനിക്ക് വിഭിന്ന കിസ്മോക്കോ പഹ്ചാനേക്ക് ക്ഷമത മിൽത്തി ഹെ. ഇതിൽ നിന്നാണ് അവർക്ക് ഈ നെല്ലിൻ്റെ വിവിധ ഇനങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് ലഭിച്ചത്. पीली धूप में उनकी हंसी और गुनगुनाहट, इन पंक्तियों में लड़कियों के जीवन से क्या संबंध है? പീലി ധൂമെ, മഞ്ഞ വെയിലിൽ അവരുടെ ചിരിയും മൂളിപ്പാട്ടും. ഈ വരിയിൽ പെൺകുട്ടികളുടെ ജീവിതത്തിന് ക്യാ സംബന്ധ ഹെ, എന്ത് സംബന്ധമാണ് ഉള്ളത് എന്നാണ് ചോദ്യം. कठिन श्रम के बावजूद लड़कियां अपने काम में आनंद और സുഗുൻ ക അനുഭവ കർത്തി ഹെ. കഠിന പരിശ്രമം ചെയ്തുകൊണ്ട് തന്നെ ആ പെൺകുട്ടികൾ അവരുടെ ജോലിയിൽ ആനന്ദം കണ്ടെത്തുന്നു. ഇസി തര വഹ് दोपहर की कड़ी धूप में भी उनकी हंसी और गुनगुनाहट पूरे वातावरण को सजीव रखता है. ഇപ്രകാരം അവർ ഈ ഉച്ചവെയിലിൽ, ഈ കഠിന വെയിലിൽ ഇരുന്നിട്ട് അവർ നെൽക്കതിരുകൾ പെറുക്കുകയാണല്ലേ, അവർ നല്ല കൊടും വെയിലിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും അവരെന്ത് ചെയ്യാണ്? ഹസ്സി ഓർ ഗുൻഗുനായിട്ട്, ചിരിയും മൂളിപ്പാട്ടും ഒക്കെ ആയിട്ട് ആ ചുറ്റുപാടിനെ സജീവമാക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് കാരണം? ആ പെൺകുട്ടികൾ കഠിന പരിശ്രമികളാണ്. അതുതന്നെയാണ് അതിനുള്ള കാരണം.
സഹി വികൽപ്പ് ചുൻകർ ലിഖേം എന്നാണ് അടുത്ത ചോദ്യം. ശരിയായിട്ടുള്ള വികൽപ്പ് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. സഹി വികൽപ്പ് ചുൻകർ ലിഖേം എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. വികൽപ്പ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വികൽപ്പ് ഇവിടെ തന്നിട്ടുണ്ടാവുക. വികൽപ്പ് നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്. ഇവിടെ തന്നിട്ടുള്ള വികൽപ്പ് നിങ്ങൾ എഴുതുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. ആദ്യം തന്നെ ഈ മിലാൻ നിങ്ങൾ ചെയ്തു നോക്കിയതിന് ശേഷം മാത്രമാണ് ഇതിലുള്ള ശരി എടുത്തെഴുതാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. രംഗീൻ ചിടിയാം ഗുലാബി രോഷനി ചോഞ്ച് മാർന പീലി ധൂപ് जिंदगी का तीखापन गाने की तलाश ഫൽത്തി പ്രസന്നത സിലാ ബിൻതി ലടുക്കിയം. ഇത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ഈ ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഈ എന്നതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. കായും ജായുമാണ്. രംഗീൻ ചിടിയാം സിലാ ബിൻതി ലടുക്കിയമാണ്. രംഗീൻ ചിടിയാം സിലാ ബിൻതി ലടുക്കിയാം. ഗുലാബി രോഷനി ഫൽത്തി പ്രസന്നതയാണ്. ഗുലാബി രോഷനി ഫൽത്തി പ്രസന്നത. അടുത്തത് ചോഞ്ച് മാർന ഗാനെ കി തലാഷ് പീലി ധൂപ് സിന്ദഗി കാ തീക്കാപ്പൻ. ഇങ്ങനെയാണ് വരുന്നത്. ഈ ആൻസർ വരുന്നത് ഇതിലാണ്. ഇതിലാണുള്ളത്. ഒന്നുകൂടെ നോക്കാം. രംഗീൻ ചിടിയാം സിലാ ബിൻതി ലടുക്കിയാം. രംഗീൻ ചിടിയാം ഗുലാബി രോഷനി ഫൽത്തി പ്രസന്നത. ചോഞ്ച് മാർന ഗാനെ കി തലാഷ്. ചോഞ്ച് മാർന ഗാനെ കി തലാഷ് ആണ് ഭക്ഷണം അന്വേഷിക്കുക. പീലി ധൂപ് ജിന്ദഗി കാ തീക്കാപ്പൻ. ജീവിതത്തിൻ്റെ ആ തീഷ്ണതയാണ് അവിടെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. दिन का कंधे झुकना. दिन का कंधे झुकना इसका मतलब क्या है? सुबह होना, सायंकाल होना, दोपहर होना, रात होना. दिन का कंधे झुकना പറഞ്ഞാൽ എന്താണ്? സായങ്കാലാണ് അല്ലേ? സായങ്കാൽ ഹോന. എന്താണ് दिन का कंधे झुकना പറഞ്ഞാൽ സായങ്കാൽ ഹോന. സായങ്കാൽ ഹോന എന്നാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്തത് ജൽ പങ്കിയോ കെ ചോഞ്ച് മാർനെ और ലടുക്കിയോ കെ സിലാ ഭിന്നെ മേ ക്യാ സംബന്ധ ഹെ? ജലപക്ഷികളുടെ ചോഞ്ച് മാർന എന്ന് പറഞ്ഞല്ലോ, ചുണ്ടുകളെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ജൽപങ്കിയോ കെ ചോഞ്ച് മാർന और ലടുക്കിയോ കെ സിലാ ഭിന്ന, പെൺകുട്ടികളുടെ നെൽക്കതിരുകൾ പെറുക്കിയെടുക്കലും അതുപോലെ തന്നെ ജലപക്ഷിയുടെ ചോഞ്ച് മാർന, അത് രണ്ടും തമ്മിൽ എന്താണ് സംബന്ധം എന്നാണ് ചോദ്യം. ജലപങ്കിയോ കെ ചോഞ്ച് മാർന और ലടുക്കിയോ കാ സിലാ ഭിന്ന ദോനോ ഭോജൻ കെ തലാശ്. ഇത് രണ്ടും എന്താണ്? ഭോജൻ കെ തലാശ് ഹെ, ഭക്ഷണ അന്വേഷണമാണ്. ഗാനെ കി തലാശ് അല്ലേ? നമ്മൾ നേരത്തെ അവിടെ മിലാനിൽ പഠിച്ചു അല്ലേ? സഹി മിലാനിലുണ്ട് ഗാനെ കി തലാശ് എന്നുണ്ട്. ചോഞ്ച് മാർന ഗാനെ കി തലാശ്. അപ്പം രണ്ടും എന്താണ്? ഭക്ഷണ അന്വേഷണമാണ്. ഇനി സിലാ ബിൻതി ലടുക്കിയാം എന്ന കവിതയുടെ ആശയം നമ്മൾ പഠിച്ചതാണ്. നേരത്തെ തന്നിട്ടുണ്ട് ആശയം, അത് നന്നായിട്ട് പഠിക്കുക. ഇവിടെ തന്നിട്ടുള്ള ആശയം കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് നേരത്തെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആശയം നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പത്രത്തിൻ്റെ രൂപരേഖയാണ്. പത്രത്തിൻ്റെ രൂപരേഖ നിർബന്ധമായിട്ട് പഠിക്കണം. അതിന് 2 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇത് എഴുതാതിരുന്നാൽ നിങ്ങൾക്ക് പത്രത്തിൻ്റെ മാർക്ക് പോകും. പത്രത്തിന് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കുകയില്ല. നിങ്ങൾക്ക് 1 മാർക്കൊക്കെ പത്രത്തിന് വാങ്ങാൻ പറ്റുള്ളൂ. പത്രം എന്ന് പറഞ്ഞാൽ ലെറ്ററിന്, കത്തിന്. അതായത് ഈ രൂപരേഖ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് സ്ഥാൻ, താരിഖ്, പിന്നെ പ്രിയമിത്ര, പിന്നെ ഈ ഒരു സെൻറ്റൻസ് തും കൈസേ ഹോ ടീക്ക് ഹേന, തും കൈസേ ഹോ ടീക്ക് ഹേന, മുझे तुमसे एक ज़रूरी ബാത്ത് ബദാനി ഹേ, നിന്നോട് എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. ഇനി ജരൂരി എന്ന സ്ഥലത്ത് ഗാസ് എന്ന് എഴുതാം. ഗാസ് എന്നും നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? ഗാസ് ബാത്ത് പറഞ്ഞതാണ്, അതും പ്രധാന കാര്യം എന്നാണ്. ജരൂരി ബാത്ത് എഴുതാം, അല്ലെങ്കിൽ ഗാസ് ബാത്ത് എന്ന് എഴുതാം.
അപ്പം നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതി. ഇനി നമ്മളിവിടെ മാറ്റർ എഴുതണം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇവിടെ മാറ്റർ എഴുതുക. അതിനുശേഷം തുമാരാ മിത്ര ഹസ്താക്ഷർ നാം, ഇത് നിർബന്ധമായിട്ട് എഴുതുക. തുമാരാ മിത്ര, നിന്റെ സുഹൃത്ത്. ഹസ്താക്ഷർ, ഹസ്താക്ഷർ പറഞ്ഞ സൈനാണ്, ഹസ്താക്ഷർ തന്നെ എഴുതണം. ഹസ്താക്ഷർ ചെയ്യാൻ പാടില്ല. ഹസ്താക്ഷർ എഴുതുക, പിന്നെ നാം എന്ന് എഴുതാം. ഇവിടെ നിങ്ങളുടെ പേര് എഴുതരുത്, നാം എന്ന് തന്നെ എഴുതാം. അതോ നിങ്ങൾക്ക് കത്തിൽ പേര് തന്നിട്ടുണ്ടെങ്കിൽ ആ പേര് എഴുതാം. ഇന്നയാൾക്ക് എഴുതുന്ന കത്ത് എന്ന ചോദ്യത്തിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചോദ്യത്തിൽ ഇന്നയാൾക്ക് എഴുതുന്ന കത്ത് എന്ന ചോദ്യത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്താ എഴുതാൻ പറ്റും? ആ എഴുതുന്ന ആളെ പേര് ഇവിടെ എഴുതാം. ആരാണോ എഴുതുന്നത്, കത്ത് എഴുതുന്ന ആളെ പേര് ഇവിടെ എഴുതാം. ഇവിടെയോ കത്ത് സ്വീകരിക്കുന്ന ആളെ പേരാണ് നമ്മളിവിടെ എഴുതാം. ഓക്കെ. സേവാമേം നാം പദ, ഇതും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. സേവാമേം നാം പദ. ഓക്കെ. അപ്പോൾ ഇത് ഇത്രയും കാര്യം, ഈ രൂപരേഖ എന്തായാലും പഠിച്ചു വെക്കുക. 2 മാർക്കാണ് ഇത് പഠിച്ചാൽ. ബാക്കി 2 മാർക്കാണ് നിങ്ങൾക്ക് മാറ്റർ എഴുതുന്നതിന് കിട്ടുന്നത്. ഓക്കെ. ഇനി നമുക്ക് പടുക്കഥ, അതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. പടുക്കഥയുടെയും ഡയറിയുടെയും ഒക്കെ രൂപരേഖ അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ നോക്കാം. ഡയറിയുടെ രൂപരേഖ. ഡയറി എഴുതുമ്പോൾ ദിനാങ്കാണ് എഴുതേണ്ടത്. ദിനാങ്ക്, താരീഖ് എഴുതണം, ദിൻ എഴുതണം, ഡേറ്റും ദിവസവും എഴുതാം. പിന്നെ ആജ് കാ ദിൻ മേ കബി ഭൂൽ നഹീ സക്ത, ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതി. അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ സംഭവം അത് നിങ്ങളിവിടെ എഴുതാം. അത്രയാണ് നമുക്ക് ഡയറി എഴുതുമ്പോൾ ആവശ്യമായിട്ടുള്ളത്. പിന്നെ പടുക്കഥയുടെ രൂപരേഖയാണ്. ദൃശ്യം എഴുതണം. പടുക്കഥ എഴുതുമ്പോൾ ദൃശ്യം എഴുതണം. പിന്നെ സ്ഥാൻ, സമയ്, പാത്ര, വേഷഭൂഷ, അവരുടെ വയസ്സ്, കഥാപാത്രങ്ങളുടെ വയസ്സ്, സംഭവം എന്താണെന്ന് വെച്ചാൽ അത്, ഘടന അവിടെ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. സംവാദം, അവർ തമ്മിലുള്ള സംഭാഷണം, ഒരു 6 എണ്ണം മതിയാവും. ഇവിടെ 4 എണ്ണം ഉണ്ട്, ഒരു 6 എണ്ണം തന്നെ മതിയാവും നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ലഭിക്കാനായിട്ട്. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോസ്റ്ററാണ്. പോസ്റ്റർ എഴുതുന്ന സമയത്ത് ശീർഷക നിർബന്ധമാണ്. പോസ്റ്ററിന് ശീർഷക വേണം. പിന്നെ സ്ഥാൻ വേണം, താരിഖ് വേണം, ദിൻ വേണം. സ്ഥലം, ഡേറ്റ്, ദിവസം, ഏത് ദിവസമാണ്, രവിവാർ, സോമവാർ, അതിൽ ഏതെങ്കിലും ഒരു ദിവസം എഴുതാം. ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ തന്ന ഡേറ്റ് കൊടുക്കുക. തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ സങ്കല്പിച്ചൊരു ഡേറ്റ് കൊടുക്കുക. പിന്നെ വിഷയം എന്താണോ അത് എഴുതാം. എന്താണോ വിഷയം അത് എഴുതണം. സമയം എഴുതണം. ഉദ്ഘാടകം എഴുതണം. പിന്നെ ലാസ്റ്റ് സബ്കാ സ്വാഗത്, സബ്കാ ഹാർദിക് സ്വാഗത് എന്ന് എഴുതാം. ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്ററിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പം നിങ്ങൾ പോസ്റ്റർ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുതിയ പോസ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. സ്ഥലം എഴുതിയിട്ടുണ്ടോ, ഡേറ്റ് എഴുതിയിട്ടുണ്ടോ, ദിവസം എഴുതിയിട്ടുണ്ടോ, വിഷയം എഴുതിയിട്ടുണ്ടോ, പിന്നെ സമയം എഴുതിയിട്ടുണ്ടോ, ഏത് സമയത്താണ് നടക്കുന്നത്, എവിടെ വെച്ച്, എപ്പോൾ എന്നുള്ളതാണ്. എവിടെ വെച്ച്, സ്ഥലം പറഞ്ഞാൽ എവിടെ വെച്ചാണ് നടക്കുന്നത്, ഏത് ഡേറ്റിനാണ് നടക്കുന്നത്, ഏത് ദിവസമാണ് നടക്കുന്നത്, ഏത് സമയത്താണ് നടക്കുന്നത്, എന്താണ് വിഷയം, ഏത് വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഈ പോസ്റ്റർ, പിന്നെ ഉദ്ഘാടകൻ ആരാണ്, പിന്നെ എല്ലാവർക്കും സ്വാഗതവും. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി പോസ്റ്ററിൻ്റെ മാർക്ക് നമുക്ക് ഫുൾ മാർക്ക് ഇങ്ങോട്ട് കിട്ടാനായിട്ട്. ഇനി ഇതുപോലൊരു പാരഗ്രാഫ് തന്നിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനായിട്ടുണ്ടായിരിക്കും. ഒരു പാരഗ്രാഫ് തരും, താഴെ തന്നിരിക്കുന്ന ചോദ്യം വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം എഴുതുക. അങ്ങനെയൊരു ചോദ്യം കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കിയ ശീലാഭിവൃദ്ധിയിലടിക്കുക. ശീലാഭിവൃദ്ധിയിലടിക്കുക എന്നതിൻ്റെ ആശയം തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 11ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.